ഹലോ സ്റ്റുഡൻസ്, ഫസ്റ്റ് സെമസ്റ്റർ ഡിഗ്രി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ലാംഗ്വേജ് സ്കിൽസിൽ ഫസ്റ്റ് മോഡ്യൂൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നോക്കുന്നത് സെക്കൻഡ് മോഡ്യൂളാണ്, അതായത് ലിസണിങ്. ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് ബേസിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ ആവശ്യമായിട്ടുള്ള സ്കിൽസിനെ കുറിച്ചാണ് അതിന് ശേഷമുള്ള ഓരോ മോഡ്യൂളിനകത്തും വരുന്നത്. അതിൽ ഫസ്റ്റ് സ്കില്ലാണ് ലിസണിങ് സ്കിൽ. അപ്പോൾ സെക്കൻഡ് മോഡ്യൂൾ എന്ന് പറയുന്നത് ലിസണിങ് സ്കില്ലിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കത് നോക്കാം. മോഡ്യൂൾ 2 Lesson 1 Listening. Listening, being different from hearing, involves comprehension and interpretation as well. While hearing is just a physical process, listening requires focus and effort. ലിസണിങ് എന്ന് പറയുന്നത് ഹിയറിങ്ങിൽ നിന്നും എൻ്റർലി ഡിഫറൻ്റ് ആയൊരു കാര്യമാണ്. അതായത് ഹിയറിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഫിസിക്കൽ പ്രോസസ്സ് മാത്രമാണ്, നമ്മൾ കേൾക്കുക. എന്നാൽ ലിസണിങ് എന്ന് പറയുമ്പോഴേക്കും അതിനകത്ത് കോംപ്രിഹെൻഷനും ഇൻ്റർപ്രിട്ടേഷനും ഇൻക്ലൂഡ് ചെയ്യുന്നു. ലിസണിങ് റിക്വയർസ് ഫോക്കസ് ആൻഡ് എഫേർട്ട്. നമ്മൾ ലിസൺ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഒരു കാര്യം വെറുതെ കേൾക്കുക എന്നതല്ല, അതിനകത്ത് നമ്മുടെ എഫേർട്ട് എടുത്ത് അത് ഫോക്കസ് ചെയ്ത് നമ്മൾ കേട്ട് കോംപ്രിഹെൻഡ് ചെയ്ത് ആ കേട്ട കാര്യത്തെ ഇൻ്റർപ്രിറ്റ് കൊണ്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് അത് ലിസണിങ് എന്ന് പറയുന്നത്. ടു ബി എ ഗുഡ് ലിസണർ വൺ ഷുഡ് ഓൾസോ ലേൺ ടു ലിസൺ വിത്ത് എൻ ഓപ്പൺ മൈൻഡ്. ഒരു നല്ല ലിസണർ എന്ന് പറയുമ്പോൾ വളരെ ഓപ്പൺ മൈൻഡോടുകൂടെ കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക. ലിസണിങ് ക്യാൻ ബി ആക്റ്റീവ് ഓർ പാസീവ്. ആക്റ്റീവ് ലിസണിങ് ഈസ് വെൻ ദ ലിസണർ ഗെറ്റ്സ് ഇൻവോൾവ് കോൺഷ്യസ്ലി ഇൻ ദ പ്രോസസ്. ലിസണിങ് ആക്റ്റീവുമാകാം പാസീവുമാകാം. ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത് ലിസണർ, കേൾക്കുന്ന ആൾ വളരെ കോൺഷ്യസ് ആയിട്ട് ആ ഒരു പ്രോസസ്സിനകത്ത് ഇൻവോൾവ് ആകുമ്പോഴാണ് ആക്റ്റീവ് ലിസണിങ് ഉണ്ടാകുന്നത്. ദിസ് ഇസ് ഡൺ ത്രൂ വെർബൽ ആൻഡ് നോൺ വെർബൽ ക്യൂസ്. ഇത് നമുക്ക് മനസ്സിലാക്കുന്നത് ലിസണറിൽ നിന്ന് തിരിച്ചു കിട്ടുന്ന വെർബലായിട്ടുള്ളതും അതുപോലെ നോൺ വെർബൽ ആയിട്ടുള്ളതും ചില സൈൻസ് കാണുമ്പോഴാണ്. നോൺ വെർബൽ ക്യൂസ് ഇൻക്ലൂഡ് സ്മൈൽ, പോസ്ചർ ആൻഡ് ഐ കോണ്ടാക്ട് ദാറ്റ് ഇൻഡിക്കേറ്റ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ കോൺവെർസേഷൻ. നോൺ വെർബൽ സൈൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നത് സ്മൈൽ, പോസ്ചർ, ഇതൊക്കെയാണ്. അതായത് വളരെ ആക്റ്റീവായിട്ട് കേട്ടുകൊണ്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു അയാളുടെ ഒരു എക്സ്പ്രഷൻ നമുക്കൊരു ചിരിയിലൂടെയോ അല്ലെങ്കിൽ അയാളുടെ പോസ്റ്ററിലൂടെയോ വളരെ ആക്റ്റീവായിട്ട് കേട്ട് നിൽക്കുന്നൊരു പോസ്റ്ററിലൂടെയോ അല്ലെങ്കിൽ അയാളുടെ ഐ കോണ്ടാക്റ്റിലൂടെയോ ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മിററിംഗ് ഈസ് അനദർ മെത്തേഡ് വെയർ ദ ലിസണർ മിറേഴ്സ് ദ എക്സ്പ്രഷൻ ഓഫ് ദ സ്പീക്കർ. മിററിംഗ് എന്ന് പറയുന്നത് വേറൊരു മെത്തേഡാണ്. അതായത് ഒരു ആക്റ്റീവ് ലിസണർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് മിററിങ്ങിലൂടെ നമുക്ക് അറിയാൻ പറ്റും. ആ മിററിംഗ് എന്ന പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ലിസണർ എക്സ്പ്രഷൻസ് ഓഫ് ദ സ്പീക്കർ, അതായത് പറയുന്ന ആളുടെ എക്സ്പ്രഷൻസ് അതുപോലെ തന്നെ തിരിച്ച് കാണിക്കും. അതിനെയാണ് മിററിംഗ് എന്ന് പറയുന്നത്. വെർബൽ സൈൻസ് ഇൻക്ലൂഡ് പോസിറ്റീവ് വെർബൽ എൻകറേജ്മെൻറ്റ്, റിമെമ്പറിംഗ് ഡീറ്റെയിൽസ്, ക്ലാരിഫയിങ്, സമ്മറൈസിങ് ആൻഡ് ആസ്കിങ് എൻകറേജിങ് ക്വസ്റ്റ്യൻസ്. ഇനി വെർബൽ സയൻസ് ആണെങ്കിൽ ഒരു ആക്റ്റീവ് ലിസണർ കൊടുക്കുന്ന വെർബൽ സയൻസ് എന്ന് പറയുന്നത് അത് പോസിറ്റീവായിട്ടുള്ള വെർബൽ എൻകറേജ്മെൻ്റ് ആകാം, അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് കൊടുക്കുന്നൊരു എൻകറേജ്മെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ റിമെമ്പർ ചെയ്യുക, റിമെമ്പറിങ് ഡീറ്റെയിൽസ്, കാര്യങ്ങൾ കോൺവെർസേഷൻ നടക്കുന്ന സമയത്ത് തന്നെ ഏതെങ്കിലും മുൻപേയുള്ള കാര്യങ്ങളുടെ ലിസണർ കൂടെ റിമെമ്പർ ചെയ്ത് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ ക്ലാരിഫയിങ്, സമ്മറൈസിങ്, അതുപോലെ തന്നെ ആസ്കിങ് എൻകറേജിങ് ക്വസ്റ്റ്യൻസ്, വളരെ എൻകറേജിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വീണ്ടും ചോദിക്കുക. ഇതെല്ലാം ഒരു ആക്റ്റീവ് ലിസണറുടെ ലക്ഷണങ്ങളാണ്. ലിസണിങ് ടു എ ലെക്ചർ ഇൻ ദ ക്ലാസ് റൂം റിക്വേഴ്സ് സസ്റ്റെയിൻഡ് ആക്റ്റീവ് ലിസണിങ് സ്കിൽ. ഒരു ലെക്ചർ നടക്കുന്ന ഒരു ക്ലാസ് റൂമിനകത്താണെങ്കിൽ പോലും ലിസണിങ് എന്ന് പറയുന്നത് ലിസൺ നടക്കണമെങ്കിൽ വളരെ ആക്റ്റീവായിട്ട് അതിനകത്ത് പാർട്ടിസിപ്പേഷൻ ഉണ്ടാകണം. ഇറ്റ് ഡിമാൻഡ്സ് ഫ്രം ദ സ്റ്റുഡൻസ് എ കീൻ ഇൻട്രസ്റ്റ് ഇൻ ദ സബ്ജക്ട് ഡിസ്കസ്ഡ്, ബേസിക് ലാംഗ്വേജ് സ്കിൽസ് ആസ് വെൽ ആസ് ദ എബിലിറ്റി ടു അബ്സോർബ് ആൻഡ് റീകളക്ട് ഐഡിയാസ് ഡിസ്കസ്ഡ് ത്രൂ ഔട്ട് ദ ലെക്ചർ. ഒരു ക്ലാസ് റൂം ലെക്ചർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുട്ടികൾ കേൾക്കണമെങ്കിൽ ആ സബ്ജക്റ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. മാത്രമല്ല ആ സ്റ്റുഡൻസിന്, ലിസണേഴ്സിന് ബേസിക് ലാംഗ്വേജ് സ്കിൽസ് ഉണ്ടാകണം. മാത്രമല്ല ഈ കേൾക്കുന്ന ഇൻഫർമേഷൻ അബ്സോർവ് ചെയ്യാനും റീകളക്ട് ചെയ്യാനും ഉള്ള നോളജും എബിലിറ്റിയും അവർക്ക് ഉണ്ടായിരിക്കണം. കണ്ടക്ടിങ് ഇൻ്റർവ്യൂസ് ഈസ് എൻ ഇൻട്രസ്റ്റിംഗ് ടാസ്ക് ദാറ്റ് റിക്വയർസ് കീൻ ലിസണിങ് സ്കിൽസ്. ദോ വൺ ക്യാൻ യൂസ് റെക്കോർഡിംഗ് ഡിവൈസസ് ഇൻ ഓർഡർ ടു ആസ്ക് റെലവൻറ്റ് ആൻഡ് ആപ്റ്റ് ക്വസ്റ്റ്യൻസ്, one has to listen carefully while the interview is being conducted. A background knowledge of the nature of the work done by the person being interviewed as well as the information on the personality of the interviewee is necessary for eliciting the best response from her or ലിസണിങ് സ്കിൽസ് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നൊരു മേഖലയാണ് ഇൻ്റർവ്യൂസ്.
ഇതിനകത്ത് ആക്റ്റീവ് ആയിട്ടുള്ള ലിസണിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ഇൻ്റർവ്യൂവിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇൻ്റർവ്യൂയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ആക്റ്റീവ് ലിസണിങ് അത്യാവശ്യമാണ്. മാത്രമല്ല ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്ന ആളിൻ്റെ ഇൻഫർമേഷൻ കൃത്യമായിട്ടും ഇൻ്റർവ്യൂവർ അറിഞ്ഞിരിക്കണം. അതുപോലെ അയാൾ ചെയ്ത വർക്കിൻ്റെ നേച്ചർ, അയാളുടെ പേഴ്സണാലിറ്റി, അയാൾ ചെയ്തിട്ടുള്ള വർക്കിൻ്റെ നേച്ചർ ഇതെല്ലാം കൃത്യമായിട്ട് അറിയാമെങ്കിൽ മാത്രമേ വളരെ നല്ല രീതിയിൽ അങ്ങോട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനും റെസ്പോൺസ് വായിക്കാനും സാധിക്കുകയുള്ളൂ. ഇനി പറയുന്നത് ബാരിയേഴ്സ് ടു എഫക്റ്റീവ് ലിസണിങ്. എഫക്റ്റീവ് ലിസണിങ്ങിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ബാരിയേഴ്സ് എന്ന് പറയുന്നത്, തടസ്സങ്ങൾ എന്തൊക്കെയാണ്? Listener can be easily distracted since our brain processes information at the rate of 400 to 800 words per minute, while our speech rates are between 125 to 175 words per minute. Generally, we find it easier to focus when the speaker is fluent in her speech, has a familiar accent, and speaks at an appropriate volume depending on the situation. Moreover, disturbances, physical and emotional as well as noises, can adversely affect our listening skills. ഏതൊരു ലിസണറും അയാളുടെ ലിസണിങ് പ്രോസസ്സിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഡിസ്ട്രാക്റ്റഡ് ആയി പോകാം. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്ന റേറ്റ്, വാക്കുകൾ പ്രോസസ്സ് ചെയ്യുന്ന റേറ്റ് 400 to 800 വേർഡ്സ് ആണ് പെർ മിനിറ്റ്. അപ്പോൾ ഇത്രയും വളരെ കുറച്ച് സമയം കൊണ്ട് ഒരുപാട് വാക്കുകൾ നമ്മുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ സ്പീച്ച് റേറ്റ് എന്ന് പറയുന്നത് 125 to 175 വേർഡ്സ് ആണ്. ബിറ്റ്വീൻ 125 to 175 വേർഡ്സ്. വളരെ കുറച്ച് വേർഡ്സുകൾ മാത്രമേ നമ്മുടെ സ്പീച്ച് റേറ്റ് ആയിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം, അതായത് നമുക്ക് അറിയാം ഒരാൾ വളരെ ഫ്ലുവൻ്റായിട്ട് സംസാരിച്ചില്ലെങ്കിൽ നമുക്ക് ആ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിൽ നിന്ന് നമ്മൾ വളരെ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോവും. അതുപോലെ തന്നെ ഇവിടെയും ഇത്രയും ഫാസ്റ്റായിട്ട് ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ കുറച്ച് വേർഡ്സുകളേ ഉള്ളൂ പ്രോസസ്സ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ മൈൻഡ് പെട്ടെന്ന് അല്ലെങ്കിൽ ലിസണർ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ സംസാരിക്കുന്ന ആളിൻ്റെ ആക്സെൻറ്റ് ഫെമിലിയർ അല്ല എങ്കിലും അപ്രോപ്രിയേറ്റഡ് വോളിയം ഇല്ല എങ്കിലും ആ സിറ്റുവേഷൻ അനുസരിച്ചുള്ള വോളിയം വേണം. അതില്ല എന്നുണ്ടെങ്കിലും ഇത് വളരെ എഫക്റ്റീവായി ലിസണിങ്ങിന് ഒരു ബാരിയറായിട്ട് വരാം. മാത്രമല്ല ഡിസ്റ്റർബൻസസ്, അത് ഫിസിക്കലായിരിക്കാം, ഇമോഷണലായിരിക്കാം. സംസാരിക്കുന്ന ആളിൻ്റെ ഇമോഷൻസ് അയാളുടെ സ്പീക്കിങ്ങിൽ വരാം. അതുപോലെ തന്നെ ലിസൺ ചെയ്യുന്ന ആളുടെ ഇമോഷൻസും അയാളുടെ ലിസണിങ് ആക്ടിവിറ്റി, ലിസണിങ് പ്രോസസ്സിനെയും നെഗറ്റീവായിട്ട് ബാധിക്കാം. മാത്രമല്ല മറ്റ് നോയ്സസ്, ഡിസ്റ്റർബൻസസ് ഇതെല്ലാം തന്നെ വളരെ നെഗറ്റീവായിട്ട് ലിസണിങ് സ്കില്ലിന് അഫക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ബാരിയേഴ്സ് ടു എഫക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഹൗ ടു എൻഹാൻസ് ലിസണിങ് സ്കിൽസ്. എങ്ങനെ നമുക്ക് ലിസണിങ് സ്കിൽസ് കൂട്ടാം, എൻഹാൻസ് ചെയ്യാം. നമ്പർ 1, മെയിൻറ്റെയിനിങ് ഐ കോണ്ടാക്ട് ആൻഡ് ആസ്കിങ് ഫീഡ്ബാക്ക് ക്വസ്റ്റ്യൻസ് ഹെൽപ്പ് ഇൻ എൻഹാൻസ്ഡ് ലിസണിങ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് കോൺവെർസേഷൻസ്. കോൺവെർസേഷൻസിനകത്ത് ലിസണിങ് സ്കിൽ കൂടണമെങ്കിൽ എപ്പോഴും ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക. വളരെ ആക്റ്റീവായിട്ട് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നുള്ളത് കാണിക്കാനായിട്ട് ഐ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യുക. ഫീഡ്ബാക്ക് ക്വസ്റ്റ്യൻസ്, തിരിച്ചങ്ങോട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിനകത്ത് സംസാരിക്കുന്ന ആൾക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആകും, അയാൾ കൂടുതൽ സംസാരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ തിരിച്ച് ലിസണിങ് പ്രോസസ്സിനെ എൻകറേജ് ചെയ്യാനും സാധിക്കും. നമ്പർ 2, one has to listen with an open mind in order to understand the thoughts being shared by the speaker. രണ്ടാമത് പറയുന്നത് ലിസണർ എപ്പോഴും വളരെ ഓപ്പൺ മൈൻഡോട് കൂടെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ സ്പീക്കർ പറയുന്ന കാര്യങ്ങൾ, സ്പീക്കർ ഷെയർ ചെയ്യുന്ന തോട്ട്സ് അത് വളരെ ഓപ്പൺ മൈൻഡോട് കൂടെ കേൾക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. നമ്പർ 3, റീഡിങ് ഈസ് വൈറ്റൽ ടു ഇംപ്രൂവ് അവർ ലിസണിങ് സ്കിൽസ്. നമ്മുടെ ലിസണിങ് സ്കിൽസിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് റീഡിങ് നല്ല രീതിയിൽ നമുക്കത് ഗുണം ചെയ്യും. നമ്പർ 4, ലിസണിങ് ടു ദ ലാംഗ്വേജ് ആസ് ഓഫൺ ആസ് യു ക്യാൻ ഹെൽപ്പ് ഫെമിലിയറൈസ് യു ടു ദ ലാംഗ്വേജ്. It can be by listening to audio text or podcast, or it can be through watching movies without subtitles. നമുക്ക് അതുപോലെ തന്നെ ലിസണിങ് സ്കിൽ കൂട്ടാനായിട്ട് നമ്മൾ മാക്സിമം കേൾക്കുക. കൂടുതൽ നമ്മൾ ഇത് ഓഡിയോ ടെക്സ്റ്റ്, പോഡ്കാസ്റ്റ് ഇങ്ങനെയുള്ളത് കൂടുതൽ നമ്മൾ കേൾക്കുക. മാത്രമല്ല മൂവീസ് വാച്ച് ചെയ്യുകയാണെങ്കിൽ സബ് ടൈറ്റിൽസ് ഇല്ലാത്ത മൂവീസ് വാച്ച് ചെയ്യുക. ലാസ്റ്റ്, സമ്മറൈസ് ആഫ്റ്റർ എവറി ലെക്ചർ. ഓരോ ക്ലാസ്സും കഴിഞ്ഞതിന് ശേഷം നമ്മൾ കേട്ട കാര്യങ്ങൾ സമ്മറൈസ് ചെയ്യുക. അത് നമ്മുടെ ലിസണിങ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇത്രയുമാണ്
എങ്ങനെ നമുക്ക് ലിസണിങ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ്, ഫോണറ്റിക്സ് എ റെഡി റെക്കനർ. ഫോണറ്റിക്സിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ വീഡിയോ കേൾക്കുന്ന സമയത്ത് ടെക്സ്റ്റ് കൂടെ നിങ്ങൾ കയ്യിൽ വെച്ച് വയ്ക്കുക, അതുകൂടെ നോക്കാം. ഫോണറ്റിക്സ് ഇൻട്രൊഡക്ഷൻ. Indians hold a unique position among the other nations owing to its multicultural and multilingual aspects. Though we are proud of this distinctive nature, at times we find it very difficult when it comes to interstate communication. ഇന്ത്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയുടെ ലാംഗ്വേജ്. ഇന്ത്യ ഒരു മൾട്ടി കൾച്ചറൽ മൾട്ടി ലിംഗ്വൽ കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു നേച്ചർ നമുക്ക് ഒരുപാട് പ്രൗഡ് തോന്നാമെങ്കിലും അത് ഇൻ്റർസ്റ്റേറ്റ് കമ്മ്യൂണിക്കേഷനകത്ത് അത് കുറേ പ്രശ്നങ്ങളെങ്കിലും ഉണ്ടാക്കുന്നുണ്ട്. അതൊരു ഡിഫിക്കൽറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എ മലയാളി സ്റ്റുഡൻറ്റ് ഫ്രം കേരള വുഡ് ഹാവ് എ ടഫ് ടൈം ഇൻ ഡൽഹി ഓർ പൂനെ ഇഫ് ഹി ഓർ ഷീ ഈസ് എ പ്രാക്ടീഷണർ ഓഫ് ഹിന്ദി. ലേണിംഗ് ഹിന്ദി മൈറ്റ് ഹെൽപ്പ് എ ലിറ്റിൽ ഇൻ ദ നോർത്തേൺ സ്റ്റേറ്റ്സ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഓഫ് മച്ച് എയ്ഡ് ഇൻ മെനി അതർ സ്റ്റേറ്റ്സ് ഓർ ഇഫ് യു ആർ ട്രാവലിംഗ് എബ്രോഡ്. ഒരു മലയാളി സ്റ്റുഡൻറ്റ്, കേരളത്തിൽ നിന്നുള്ള ഒരു മലയാളി സ്റ്റുഡൻറ്റ് ഡൽഹിയിലോ പൂനെയിലോ പോകുകയാണെങ്കിൽ അയാൾക്ക് ഹിന്ദി കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യും, എന്നാലും കൂടുതലൊന്നും ഹിന്ദി കൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല. മാത്രമല്ല അയാൾ എബ്രോഡ് പോവുകയാണെങ്കിൽ അവിടെയും ഇതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാകുന്നില്ല. ഇംഗ്ലീഷ് ആസ് എ ഇൻ്റർനാഷണൽ ലാംഗ്വേജ്, though an aftermath of the British colonial era, comes here as a blessing in disguise, bridging this gap between people by providing a common platform for people to converse. ഈ കോണ്ടെക്സ്റ്റിലാണ് ഇംഗ്ലീഷിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് വരുന്നത്. ഇവിടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ബ്രിഡ്ജിങ് ലാംഗ്വേജ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ശരിക്കും ഇതൊരു കൊളോണിയൽ എറയുടെ ഒരു റിസൾട്ടാണെങ്കിലും അത് നമുക്ക് വളരെ നല്ലൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് വരുന്നത്. ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ കണ്ടിന്യൂസ് ടു ബി an official language and different states of India follows English as their second and third language. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. ചില സ്റ്റേറ്റുകളിലെങ്കിലും ഇത് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടും തേർഡ് ലാംഗ്വേജ് ആയിട്ടും പഠിപ്പിക്കുന്നുണ്ട്. Many Indian courts still follow English as their official language. Moreover, language is an inevitable part of human communication, and English as a language has eased the communicative perspective of Indians owing to its high global reach. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു ലാംഗ്വേജ് അത്യാവശ്യമാണ്. മാത്രമല്ല ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് ഈ ഒരു കമ്മ്യൂണിക്കേറ്റീവ് പ്രോസസ്സിനെ വളരെയധികം നമുക്ക് ഈസിയാക്കി തന്നിട്ടുണ്ട്. നെക്സ്റ്റ്, സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ഓർ RP. RP means received pronunciation. Ever since English has acquired the status of an international language, standardization of dialect has come into question. Within England, there remains a variety of accents and pronunciations, among which one dialect has gained a social status. നമുക്കറിയാം ഇംഗ്ലീഷ് എന്നുള്ളത് ഒരു ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ആണ്. എന്നാൽ ഇംഗ്ലണ്ടിനകത്ത് ഉപയോഗിക്കുന്ന ഇംഗ്ലീഷിന് തന്നെ പല ഡയലക്ട്സ് ഉണ്ട്, പല ആക്സൻസിൽ അത് സംസാരിക്കുന്നുമുണ്ട്. ദ ഇംഗ്ലീഷ് സ്പോക്കൺ ബൈ ദ എഡ്യൂക്കേറ്റഡ് സ്പീക്കേഴ്സ് ഓഫ് ഓക്സ്ഫോർഡ് ആൻഡ് കേംബ്രിഡ്ജ് ബിലോങ്ങിങ് ടു ദ ഈസ്റ്റ് മിഡ്ലാൻഡ് റീജിയൻ അച്ചീവ്ഡ് എ സോഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് വാസ് റെക്കഗ്നൈസ്ഡ് ആസ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ്. ഇംഗ്ലണ്ടിലെ പല ഡയലക്റ്റിൽ സംസാരിക്കുന്ന ഇംഗ്ലീഷുകളിൽ അത് നമ്മൾ സോഷ്യൽ സ്റ്റാറ്റസ് നോക്കിയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്, സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത് ഓക്സ്ഫോർഡിലെയും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലും ഇൻക്ലൂഡ് ചെയ്യുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്പീക്കേഴ്സ് ഉപയോഗിക്കുന്ന ആക്സെൻ്റാണ്, അല്ലെങ്കിൽ ആ ഒരു ഡയലക്റ്റാണ്. അതെന്ന് പറയുന്നത് ഈസ്റ്റ് മിഡ്ലാൻഡ് റീജിയനിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദിസ് ആക്സെൻ്റ് ഈസ് റെഫേർഡ് ടു ആസ് റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ ഓർ RP, ആൻഡ് ദിസ് സ്റ്റാൻഡേർഡ് ഫോം യൂസ്ഡ് ഇൻ BBC ബ്രോഡ്കാസ്റ്റ് കെയിം ടു ബി നോൺ ആസ് BBC ഇംഗ്ലീഷ്. ഈ ഒരു ആക്സെൻ്റാണ്, ഈ ഒരു ഡയലക്റ്റ്, അതായത് ഈസ്റ്റ് മിഡ്ലാൻഡ് റീജിയനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഓക്സ്ഫോർഡ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എഡ്യൂക്കേറ്റഡ് സ്പീക്കേഴ്സ് ഉപയോഗിക്കുന്ന ആ ഒരു ഡയലക്റ്റ്, അതിനാണ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷായിട്ട് എടുത്തിട്ടുള്ളത്. അതിനെയാണ് റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ ആയിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു പ്രൊനൗൺസിയേഷനാണ്, ഈ RP ആണ് BBC ബ്രോഡ്കാസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ആ ഒരു ഡയലക്റ്റിനാണ് BBC ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഇൻ ഇന്ത്യ, ദ ഇംഗ്ലീഷ് ഡയലക്റ്റ് ഗിവൺ കറൻസി ബൈ ദ AIR ആൻഡ് ദൂരദർശൻ ഹാസ് ബീൻ അക്സെപ്റ്റഡ് ആസ് ദ സ്റ്റാൻഡേർഡ് ഇന്ത്യൻ ഇംഗ്ലീഷ്. ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് AIR, ഓൾ ഇന്ത്യ റേഡിയോയിലും ദൂരദർശനിലും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷാണ്. നെക്സ്റ്റ്,
സ്കോപ്പ് ഓഫ് ഫോണറ്റിക്സ്. ഫോണറ്റിക്സിൻ്റെ സ്കോപ്പ് എന്താണെന്നുള്ളത് നോക്കാം. ലേണിംഗ് ഇംഗ്ലീഷ് ഈസ് ഇൻഡിസ്പെൻസബിൾ and language acquisition is a delicate phenomenon. Communication is a biphasic process comprising the speaking and the writing part, while language acquisition is a four-folded task, and every learner needs to go through the different levels of listening, speaking, reading and writing for the proper display of language skill. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനകത്ത് 2 എലമെൻറ്റ്സ് മാത്രമേ കൂടുതലായിട്ട് വരുന്നുള്ളൂ. അത് സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ്. എന്നാൽ ലാംഗ്വേജ് അക്വിസിഷൻ എന്നൊരു പ്രോസസ്സ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 4 എലമെൻറ്റ്സ് ആണ് വരുന്നത്. അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. അപ്പോൾ ഇത്രയും സ്കിൽസ്, ലാംഗ്വേജ് സ്കിൽസ് എന്നറിയപ്പെടുന്ന ഈ 4 സ്കിൽസും കൂടി ചേരുമ്പോഴാണ് ലാംഗ്വേജ് അക്വിസിഷൻ പോസിബിൾ ആകുന്നത്. English, unlike many other languages, is unphonetic. That is, letters does not correspond to the sound. പല ലാംഗ്വേജുകളും പോലെയല്ല ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു അൺഫോണറ്റിക് ലാംഗ്വേജ് ആണ്. അതായത് ഇംഗ്ലീഷിൽ 26 ലെറ്റേഴ്സ് ഉണ്ട്. ഈ 26 ലെറ്റേഴ്സിനും ഓരോന്നിനും അതിൻ്റേതായ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൗണ്ട്സ് ഇല്ല. സോ ഇംഗ്ലീഷ് ഈസ് നോൺ ആസ് an unphonetic language. This has complicated pronunciation and the non-native learner is put in a perplexing situation when it comes to the spoken part of the communication, making the language a complex one. അതുകൊണ്ട് തന്നെ ഒരു നോൺ നേറ്റീവ് സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം, ഒരു നോൺ നേറ്റീവ് ലേണറെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷിൻ്റെ പ്രൊണൗൺസിയേഷൻ എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒട്ടും നമുക്കത് കൃത്യമായിട്ടൊരു ഓർഡർ, ഒരു ലോജിക്ക് ഇല്ലാതെ അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് ഫോണറ്റിക്സിൻ്റെ ഉപയോഗം വരുന്നത്. മദർ ടങ് ഇൻ്റർഫറൻസ് ഈസ് എ ബാരിയർ ഫോർ എ നോൺ നേറ്റീവ് സ്പീക്കർ ഓഫ് ഇംഗ്ലീഷ് വൈ ലാംഗ്വേജ് അക്വിസിഷൻ. മാത്രമല്ല ഇംഗ്ലീഷ് ലാംഗ്വേജ് അക്വിസിഷൻ നടക്കുന്ന സമയത്ത് ഒരു നോൺ നേറ്റീവ് സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മദർ ടങ് നല്ലതുപോലെ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം പഠിച്ചെടുക്കുന്ന നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജാണ് മദർ ടങ്. നമ്മുടെ ആർട്ടിക്കുലേറ്ററി ഓർഗൻസ് എല്ലാം ഓൾറെഡി ആ ഒരു ലാംഗ്വേജ് പ്രൊണൗൺസ് ചെയ്യാനായിട്ട് ട്യൂൺഡാണ്. അപ്പം നമ്മളൊരു സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ ഒരു ഫസ്റ്റ് ലാംഗ്വേജ് പഠിച്ചെടുത്ത ആ ഒരു രീതി അതെന്ത് ചെയ്യും, നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജിൻ്റെ അക്വിസിഷനെ ഇൻ്റർഫിയർ ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് അതിനെ തടസ്സപ്പെടുത്തും. അതൊരു ബാരിയറായിട്ട് വരാറുണ്ട്. You might have noticed that the English spoken by a Malayali will be different from that of a Tamilian or a Marathi. A Malayali who is accustomed to the 56 letters in the Malayalam script will be confused by the incongruity in the pronunciation even after mastering the 26 alphabets in English. നമുക്കറിയാൻ സാധിക്കും ഇംഗ്ലീഷ് പഠിച്ച ഒരു മലയാളി സംസാരിക്കുന്നത് ഇംഗ്ലീഷ് പഠിച്ച ഒരു തമിഴിനെ പോലെയല്ല, അല്ലെങ്കിൽ ഒരു മറാത്തിക്കാരൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് പോലെയുമല്ല. ഒരു മലയാളം അല്ലെങ്കിൽ ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം 56 ലെറ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എഴുതുന്നതും അല്ലെങ്കിൽ ആ ഒരു സ്ക്രിപ്റ്റും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൗണ്ട്സും തമ്മിൽ ഒരു വ്യത്യാസം വരുന്നില്ല. എന്നാൽ അങ്ങനെയല്ല, ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം 26 ലെറ്റേഴ്സ് മാസ്റ്റർ ചെയ്തു എന്ന് വെച്ചിട്ട് ആ ഒരു ലാംഗ്വേജിൻ്റെ പ്രൊണൗൺസിയേഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അപ്പാരൻ്റ്ലി എ നോൺ നേറ്റീവ് സ്പീക്കർ ഓഫ് ഇംഗ്ലീഷ് ഈസ് ലീസ്റ്റ് ഫെമിലിയർ ടു ദ 44 സ്പീച്ച് സൗണ്ട്സ് ഇൻ ഇംഗ്ലീഷ് വിച്ച് ഈസ് പിവറ്റൽ ഇൻ ദ പ്രോപ്പർ പ്രൊണൗൺസിയേഷൻ വൺ മേക്സ്. മാത്രമല്ല ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം 26 ലെറ്റേഴ്സേ ഉള്ളൂ എങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് 44 സ്പീച്ച് സൗണ്ട്സ് ഉപയോഗിക്കുന്നുണ്ട്. Their language will be highly conditioned by their mother tongue when they try to appropriate certain sounds in English with those of which they find parallel in their mother tongue. മാത്രമല്ല ഒരു നോൺ നേറ്റീവ് സ്പീക്കർ ഇംഗ്ലീഷിലെ സൗണ്ട്സുകൾ പ്രൊണൗൺസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അയാൾ ഓൾറെഡി അക്വയർ ചെയ്തെടുത്ത അയാളുടെ മദർ ടങ്ങിൽ അത് റിലേറ്റ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ അതുപോലെ വരുന്ന ചില സൗണ്ട്സുമായിട്ട് പാരലൽ ചെയ്ത് പറയാറുണ്ട്. ദിസ് റിസൾട്ട് വിൽ ബി എ വെറൈറ്റി ഓഫ് ഇംഗ്ലീഷസ് ആൻഡ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലൈക്ക് മംഗ്ലീഷ്, തംഗ്ലീഷ്, ഹിംഗ്ലീഷ് ആൻഡ് സോ ഓൺ. അപ്പോൾ ഇതിൻ്റെയൊക്കെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു മലയാളീകരിച്ച് ഇംഗ്ലീഷ് പറയും. ഒരു തമിഴിയനാണെങ്കിൽ അതിന് ആ ഒരു ലാംഗ്വേജുമായിട്ട് പാരലൽ ചെയ്ത് ഇംഗ്ലീഷ് സംസാരിക്കും. ഒരു ഹിന്ദി സംസാരിക്കുന്ന ആളാണെങ്കിൽ അതുമായിട്ട് പാരലാക്കിയായിരിക്കും ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. The word bag
will be pronounced as bag by an average Malayali and never bag, since the corresponding sound for the letter A in Malayalam is only A. One mispronounces the letter as bag. ബാഗ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വേർഡ്, അതിന് നടുവിൽ വരുന്ന ലെറ്റർ എ, ഈ എ എന്ന് പറയുന്ന ആ ഒരു ലെറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന അക്ഷരമാണ് ആ. അതുകൊണ്ട് തന്നെ ആ ഒരു അക്ഷരത്തിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഒരു ആവറേജ് മലയാളി ബാഗ് എന്ന് പറയേണ്ടതിന് പകരം ബാഗ്, ആയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് ബാഗ് എന്നാണ് പറയുന്നത്. The disparity between the sound and written letters need to be properly learned at this juncture. English has more sounds than the letters, and this unphonemic phenomenon counts for the discrepancy in pronunciation. അതുകൊണ്ട് തന്നെ നമ്മൾ 26 ലെറ്റേഴ്സ് ഉണ്ടെങ്കിലും 44 സൗണ്ട്സ് ഉണ്ട്. ഈ 3 സൗണ്ട്സും പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു ഡിഫറൻസ്, ആ ഒരു ഡിഫിക്കൽറ്റി മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇൻ ഷോർട്ട്, there is no one-to-one correspondence between the sounds and the letter they represent. This situation can be rectified to a large extent if the learner has a brief knowledge of the sound system of the English language. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇംഗ്ലീഷിൽ ഒരു ലെറ്ററിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൗണ്ട് ഇല്ല. അതുകൊണ്ട് ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു ഡിഫിക്കൽറ്റി മാറണമെങ്കിൽ കൃത്യമായിട്ടും 44 സൗണ്ട്സിനെ കുറിച്ചുള്ളൊരു ധാരണ ഉണ്ടായിരിക്കണം. ഹെൻസ് the scope of phonetics, the study and classification of speech sounds, becomes mandatory to the non-native learners of English if they need to properly correspond in English. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും വ്യക്തമായ രീതിയിൽ ഇംഗ്ലീഷിൽ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോൺ നേറ്റീവ് സ്പീക്കേഴ്സ് ഉറപ്പായിട്ടും ഫോണറ്റിക്സ് അറിഞ്ഞിരിക്കണം. അതായത് സ്റ്റഡി ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്സ്, ഈ 44 സൗണ്ട്സും എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. നെക്സ്റ്റ്, ഫോണറ്റിക്സ്. എന്താണ് ഫോണറ്റിക്സ്? ഫോണറ്റിക്സ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് പ്രൊഡക്ഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് റിസപ്ഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്സ് ഇൻ ഹ്യൂമൻ ബീയിങ്സ്. ഫോണറ്റിക്സ് എന്ന് പറയുന്നത് മനുഷ്യൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പീച്ച് സൗണ്ട്സിനെ കുറിച്ചുള്ളൊരു സ്റ്റഡിയാണ്. അതിനകത്ത് ഈ സ്പീച്ച് സൗണ്ട്സിൻ്റെ പ്രൊഡക്ഷൻ വരുന്നുണ്ട്, ട്രാൻസ്മിഷൻ വരുന്നുണ്ട്, റിസപ്ഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ ബീയിങ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സ് കമ്മ്യൂണിക്കേറ്റിന് ഉപയോഗിക്കുന്ന സ്പീച്ച് സൗണ്ട്സിൻ്റെ പ്രൊഡക്ഷൻ, ട്രാൻസ്മിഷൻ, റിസപ്ഷൻ, ഇതിന് മൂന്നിനെയും കൂടി ചേർത്തുള്ളൊരു സ്റ്റഡിയാണ് ഫോണറ്റിക്സ് എന്ന് പറയുന്നത്. The production of the speech sounds is integral in the study of pronunciation. Though there are 26 alphabets, there are 44 distinctive speech sounds in English language. The letter A can be pronounced differently in the words apple, above, and age. Similarly, many other letters like E, I, U, V, W are pronounced differently in different contexts and words. ഇംഗ്ലീഷിലെ 26 ലെറ്റേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് 44 സ്പീച്ച് സൗണ്ട്സാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ എ എന്ന് പറയുന്നത് പല കോണ്ടെക്സ്റ്റിൽ വരുമ്പോഴേക്കും പല സൗണ്ട്സ് അതിന് കിട്ടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ആപ്പിൾ, അതിനകത്ത് സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് എ ആണ്, പക്ഷെ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ആപ്പിൾ. എന്നാൽ എബവ്, അതിനകത്തും എ സ്റ്റാർട്ടിങ്ങിൽ വരുന്നുണ്ട്, അവിടെ ഉപയോഗിക്കുന്നത് അബവ് എന്നാണ്, നെക്സ്റ്റ് ഏജ്, അവിടെയും സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് എ എന്ന ലെറ്ററാണ്, പക്ഷെ അവിടെ കിട്ടുന്ന സൗണ്ട് എന്ന് പറയുന്നത് ഏയ്. അതുപോലെ തന്നെ പല സൗണ്ട്സുകൾക്കും ഇതുപോലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ലെറ്റേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൗണ്ട് ഇല്ല. അത് പല കോണ്ടെക്സ്റ്റിലും പല വേർഡ്സിൽ വരുമ്പോഴേക്കും അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊണൗൺസിയേഷനാണ് കിട്ടുന്നത്. ദാസ് സൗണ്ട്സ് ഇൻ ഇംഗ്ലീഷ് ആർ ജനറലി ഓഫ് 2 ടൈപ്സ്. ഇംഗ്ലീഷ് സൗണ്ട്സ് നമുക്ക് 2 രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം: vowel sounds and consonant sounds. First one is vowel. Vowels are sounds during the production of which air escapes through the mouth freely and continuously without any audible friction. വവൽ എന്താണെന്നുള്ളത് ചോദിക്കാം എക്സാമിന്. വവൽസ് എന്ന് പറയുന്നത് സൗണ്ട്സ് ആണ്. ഈ സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഓറൽ ക്യാവിറ്റിയിൽ കൂടെ ഈ എയർ പുറത്തേക്ക് പോകുന്നുണ്ട്, എക്സ്പെൽ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ഒരു ഫ്രിക്ഷനും വരുന്നില്ല. ഒരു ഫ്രിക്ഷനും ഇല്ലാതെ എയർ വളരെ ഫ്രീ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഓറൽ ക്യാവിറ്റി വഴി പുറത്തേക്ക് പോകുമ്പോഴാണ്
വവൽ സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം നമ്മൾ സംസാരിക്കുമ്പോൾ കേൾക്കുന്ന ഓരോ സൗണ്ടും ഇതിൻ്റെ എല്ലാം ഒരു ബേസ് എന്ന് പറയുന്നത് നമ്മുടെ ലങ്സിൽ നിന്ന് എക്സ്പെൽ ചെയ്ത് പുറത്തേക്ക് പോകുന്ന ലങ് എയറാണ്. ഈ ലങ് എയറാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ലങ്ങിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് വിൻഡ് പൈപ്പ് വഴി വോക്കൽ കോഡ്സ് വഴി നമുക്ക് ഓറൽ ക്യാവിറ്റി വഴി പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഈ നമ്മുടെ ലങ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എയർ വോക്കൽ കോഡ്സ് എത്തുമ്പോഴേക്കും അതൊരു മെമ്പറൈനസ് ടിഷ്യൂ ആണ്. അവിടെ എത്തുമ്പോഴേക്കും ചെറിയൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. സൗണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്, വോയിസ്ഡ് സൗണ്ട്സ് എന്നും വോയിസ്ലെസ് സൗണ്ട്സ് എന്നും. അതിനുശേഷം വരുന്ന എല്ലാ ചേഞ്ചസും സംഭവിക്കുന്നത് ഓറൽ ക്യാവിറ്റിക്കകത്താണ്. ഓക്കെ, അപ്പോൾ വവൽ സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈ വോക്കൽ കോഡ്സിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ഒരു ഫ്രിക്ഷൻ ഉണ്ടാകും, എല്ലാം വോയിസ്ഡ് സൗണ്ട്സ് ആയിട്ട് മാറും. അതിനുശേഷം ഓറൽ ക്യാവിറ്റിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് വവൽസിന് ഒരു ഓഡിബിൾ ഫ്രിക്ഷനും കേൾക്കുന്നില്ല, വളരെ ഫ്രീ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എയർ മുഖത്ത് നിന്ന് എസ്കേപ്പ് ചെയ്ത് പോകുന്നു. There are 20 vowel sounds in English RP, of which 12 are pure vowels and 8 are diphthongs or vowel glides. The pure vowels are further divided into 7 short vowels and 5 long vowels. ഇംഗ്ലീഷിൽ വവൽസ് എന്ന് പറയുന്നത് 20 ആണ്, 20 എണ്ണമുണ്ട്. അതിൽ 12 വവൽസിന് പ്യുവർ വവൽസ് എന്ന് പറയും. പ്യുവർ വവൽസ് അല്ലെങ്കിൽ മോണോഫ്തോങ്സ് എന്ന് പറയും. അതിനകത്ത് ഒരു സിമ്പിൾ മാത്രമേ അതിന് സിമ്പിളൈസ് ചെയ്യാനായിട്ട് ഒരു സിമ്പിൾ മാത്രമേ ഉണ്ടായിരിക്കുന്നുള്ളൂ. എന്നാൽ അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ഡിഫ്തോങ്സ് ആണ്. അത് റിമൈനിങ് 8 ആർ ഡിഫ്തോങ്സ്. ദേ ആർ ഓൾസോ കോൾഡ് വവൽ ഗ്ലൈഡ്സ്. അതിനകത്ത് 2 സിമ്പിൾസ് ഉണ്ടായിരിക്കും. അതായത് വവൽ ഗ്ലൈഡ്സ് അല്ലെങ്കിൽ ഡിഫ്തോങ്സ് പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് ചങ്കിൻ്റെ പൊസിഷൻ ഫസ്റ്റ് വവലിൽ നിന്ന് ഗ്ലൈഡ് ചെയ്ത് രണ്ടാമത്തേലേക്ക് പോകുന്നു. അതുകൊണ്ടാണ് അതിന് വവൽ ഗ്ലൈഡ് എന്ന് പറയുന്നത്. ഇനി ഈ പ്യുവർ വവൽസ് നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. 12 പ്യുവർ വവൽസിനെ ക്ലാസിഫൈ ചെയ്യാം. ഷോർട്ട് വവൽസ് എന്നും ലോങ് വവൽസ് എന്നും. ഷോർട്ട് വവൽസ് 7 ആണ്, ലോങ് വവൽസ് 5 ഉണ്ട്. ഇനി ഇതിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തേത് 7 ഷോർട്ട് വവൽസ്. ഓരോ സൗണ്ടായിട്ട് വായിക്കാം, വവൽ സൗണ്ട്സ് ആയിട്ട് വായിക്കാം. ഇതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഈ ഫോണറ്റിക്സിൻ്റെ വവൽ സൗണ്ട്സിൻ്റെ കുറച്ചുകൂടെ നിങ്ങൾ വേറെയും സോഴ്സുകൾ നിങ്ങൾ സെർച്ച് ചെയ്ത് കൂടുതൽ അത് കുറച്ചുകൂടെ നിങ്ങളത് മനസ്സിലാക്കാനായിട്ട് നോക്കാം. നമുക്ക് സൗണ്ട്സ് വായിക്കാം. ആദ്യത്തേത് ഇ. ഫോർ എക്സാമ്പിൾ, ബിറ്റ്, ബിസി, ബിറ്റ്, ബിസി. ദെൻ എ, പെറ്റ്, എനി, പെറ്റ്, എനി. മൂന്നാമത്തേത് എ. ഫോർ എക്സാമ്പിൾ, ആപ്പിൾ, ബാങ്ക്, ആപ്പിൾ, ബാങ്ക്. ദെൻ ഉ. ഫോർ എക്സാമ്പിൾ, wood, push, wood, push. അഞ്ചാമത്തേത് ഓ. hot, office, hot, office. ആറാമത്തേത് അ. അതൊരു ഷോർട്ട് വവലാണ് അ. ഫോർ എക്സാമ്പിൾ, ബസ്, അണ്ടർ, ബസ്, അണ്ടർ. ലാസ്റ്റിലെ ഷോർട്ട് വവൽ എ. ഫോർ എക്സാമ്പിൾ, അബവ്. ആ വേർഡിൽ ഫസ്റ്റ് കേൾക്കുന്ന സൗണ്ടാണ് എ, അബവ്. ദെൻ ഡോക്ടർ. ആ വേർഡിൽ ലാസ്റ്റ് കേൾക്കുന്ന സൗണ്ടാണ് ഡോക്ടർ. ലാസ്റ്റിൽ വേർഡ്സിൻ്റെ സ്പെല്ലിങ്ങിൽ അവസാനം ആർ ഉണ്ടെങ്കിലും അതൊരിക്കലും പ്രൊണൗൺസ് ചെയ്യരുത്. അത് പ്രൊണൗൺസ് ചെയ്യാൻ പാടില്ല. വേർഡ് എന്തെങ്കിലും ആർ പ്രൊണൗൺസ് ചെയ്യാൻ പാടില്ല. അത് നമ്മൾ പ്രൊണൗൺസ് ചെയ്യേണ്ടത് ആർ ഒഴിവാക്കിയിട്ടാണ് ഡോക്ടർ. നെക്സ്റ്റ് 5 ലോങ് വവൽസ് ഉണ്ട്. ഓരോന്ന് വായിക്കാം. ഫസ്റ്റ് വൺ ഇ. ഫോർ എക്സാമ്പിൾ, ഈറ്റ്, സീ. നമ്പർ 2 ഊ. ഫോർ എക്സാമ്പിൾ, ooze, shoe. Number 3 art, dance. Number 4 water, saw. Number 5 skirt, her, girl, etc.
ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പ്യുവർ വവൽസ് എന്ന് പറയുന്നത്. പ്യുവർ വവൽസിൽ 7 ഷോർട്ട് വവൽസ് ആണ്, ബാക്കി വരുന്ന 5 ലോങ് വവൽസ് ആണ്. അപ്പോൾ ലോങ് വവൽസ് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് ആ ഒരു സൗണ്ട് എഴുതിയതിന് ശേഷം അവിടെ ഒരു കോളൻ 2 ഡോട്ട് കൂടെ നമ്മൾ ഇടാറുണ്ട്. ഇനി സൗണ്ട്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ സൗണ്ടും എഴുതിയതിന് ശേഷം, അതിൻ്റെ സിമ്പിൾ എഴുതിയതിന് ശേഷം ഒരു സ്ലാങ് ലൈൻസിനകത്തായിട്ടാണ് ഇത് എഴുതുന്നത്. ഉദ്ദേശിക്കുന്നത് ഇത് ലെറ്റർ അല്ല, സൗണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഡിഫ്തോങ്സ്. Diphthongs are sounds during the production of which the tongue starts in the position of a particular vowel and moves in the direction of the position of another vowel within a single syllable. They are 8 in number as given below. Diphthongs എന്ന് പറയുന്നത് ആ ഒരു വവലിൻ്റെ അകത്ത് 2 സ്ക്രിപ്റ്റ് ഉണ്ടായിരിക്കും, 2 സിമ്പിൾസ് ഉണ്ടായിരിക്കും. അത് ആ ഒരു ഡിഫ്തോങ് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്ന സമയത്ത് ടങ്ങിൻ്റെ പൊസിഷൻ ഫസ്റ്റ് സൗണ്ട് പ്രൊണൗൺസ് ചെയ്യുമ്പോൾ ടങ് എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് രണ്ടാമത്തെ സൗണ്ട് പ്രൊണൗൺസ് ചെയ്യുന്ന സമയത്ത് ടങ് ഏത് പൊസിഷനിലാണോ നിൽക്കുന്നത് അതിലേക്ക് ഗ്ലൈഡ് ചെയ്ത് പോകും. അതുകൊണ്ടാണ് ഡിഫ്തോങ്സിന് വവൽ ഗ്ലൈഡ്സ് എന്നും പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ 8 ഡിഫ്തോങ്സ് ഉണ്ട്, ഓരോന്നായിട്ട് വായിക്കാം. ഫസ്റ്റ് വൺ എയ്. ആ എയ് എന്ന് പറയുന്ന സൗണ്ടിനകത്ത് 2 സിമ്പിൾസ് ഉണ്ട്. അത് ഫസ്റ്റിൽ വരുന്ന സൗണ്ട് എ, രണ്ടാമത് വരുന്ന സൗണ്ട് ഇ. നമ്മളത് ഒരുമിച്ച് പറയുമ്പോൾ എയ് എയ്. അതിന് എക്സാമ്പിൾസ് ആണ് ഏജ്, മെയ്, ടേക്ക്, ഫെയ്റ്റ്, എക്സെട്ര. നമ്പർ 2 ഓയ്. ഓയ് എന്ന സൗണ്ടും ഇ എന്ന സൗണ്ടും ഒരുമിച്ച് വരും, അതൊരു ഡിഫ്തോങ് ആവുന്നു ഓയ്. ഫോർ എക്സാമ്പിൾ ബോയ്, ടോയ്, എൻജോയ്, ഫോയ്. നമ്പർ 3 ഐ. അ ഇ, ഐ. അതിന് എക്സാമ്പിൾസ് ആണ് ഫ്ലൈ, ഡൈ, പ്ലൈറ്റ്, ഐസ്. ഓക്കെ, നെക്സ്റ്റ് നമ്പർ 4 ഔ. എ എന്ന സൗണ്ടും ഉ എന്ന സൗണ്ടും ഒരുമിച്ച് വരുന്നു, ഔ. എക്സാമ്പിൾ നോസ്, ബോട്ട്, ഗോട്ട്, ഷോ. ഓക്കെ, നമ്പർ 5 ഔ. അ ഉ, ഔ. Example now, house, found, loud. Number 6 a. A എന്ന സൗണ്ടും എ എന്ന സൗണ്ടും, എ എ എ. ഫോർ എക്സാമ്പിൾ ഹെയർ, കെയർ, ഫെയർ, ബെയർ. നമ്പർ 7 ഇയർ, ഇ എ, ഇ എ, ear. For example, dear, near, lear, sneer. Okay, number 8 oor, u e, u e, oor. Example, pure, fewer, tour, poor. Okay, അപ്പോൾ ഇത്രയുമാണ് ഡിഫ്തോങ്സ് എന്ന് പറയുന്നത്. Thus in the diphthong A, the tongue moves from the position of A to the position of E. ഇതിൽ ഏത് ഡിഫ്തോങ് എടുത്താലും 2 സിമ്പിൾസ് കാണും. ഫസ്റ്റ് സിമ്പിളിൽ നിന്ന് ഗ്ലൈഡ് ചെയ്ത് ടങ് അടുത്ത സിമ്പിളിലേക്ക് പോകുന്നു, അതുകൊണ്ടാണ് ഇതിന് ഡിഫ്തോങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോൺസണൻസ്. കോൺസണൻസ് ആർ സൗണ്ട്സ് ഡ്യൂറിങ് ദ പ്രൊഡക്ഷൻ ഓഫ് വിച്ച് there is an obstruction in the mouth giving rise to the audible friction. The 24 consonants in English are the following. കോൺസണൻസ് എന്ന് പറയുന്നത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് മൗത്തിനകത്ത് അല്ലെങ്കിൽ ഓറൽ ക്യാവിറ്റിക്കകത്ത് ഒരു ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു ഫ്രിക്ഷൻ ഉണ്ടാകുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു വവൽ സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഓറൽ ക്യാവിറ്റിക്കകത്ത് ഒരു ഫ്രിക്ഷനും ഉണ്ടാകുന്നില്ല, എയർ വളരെ ഫ്രീ ആയിട്ടാണ് പാസ് ചെയ്ത് പുറത്തേക്ക് പോകുന്നത്. എന്നാൽ കോൺസണൻസ് പ്രൊണൗൺസ് ചെയ്യുന്ന സമയത്ത് ഓറൽ ക്യാവിറ്റിക്കകത്ത് ഒരു പാർഷ്യലായിട്ടുള്ളത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളത് ഒരു ക്ലോഷർ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഒരു ഫ്രിക്ഷൻ ഉണ്ടാകുന്നു. ആ ഫ്രിക്ഷൻ്റെ ഫലമായിട്ടാണ് കോൺസണൻറ്റ് സൗണ്ട്സ് പ്രൊണൗൺസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ 24 കോൺസണൻസ് ഉണ്ട്. ഇത് ഓരോന്നായിട്ട് നോക്കാം. പ്, എക്സാമ്പിൾ പിങ്ക്, ജീപ്പ്. നമ്പർ 2 ബ്, ബിഗ്, ടബ്. നമ്പർ 3 ട്, എക്സാമ്പിൾ
tree, feet. Number 4, d. Example, drink, but. Number 5, k. Kite, break. Number 6, g. Good, bug. Number 7, f. Example, fun, puff. Number 8, w. Example, wine, above. Number 9, t. Example, think, breathe. Number 10, d. Example, this, breathe. Number 11, s. Example, sweet, peace. Number 12, z. Example, zoo, booze. Number 13, sh. Example, ship, fish. Number 14, j. Example, measure, pleasure. Number 15, h. Example, horse, high. Number 16, ch. Example, chair, church. Number 17, j. Example, jam, jug. Number 18, m. Example, man, plum. Number 19, n. Example, nut, fun. Number 20, ng. For example, king, zing. Number 21, y. Example, you, yellow. Number 22, wool. Example, water, wheel. 23, r. Example, ring, bring. Number 24, l. Example, love, feel. ഇത്രയുമാണ് കോൺസണൻറ്റ് സൗണ്ട്സിൽ വരുന്നത്. അപ്പോൾ ഓരോ സൗണ്ടും സ്ലാൻഡർ ലൈൻസിലാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം സൗണ്ട്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കാണ് സിലബിൾ. എന്താണ് സിലബിൾ എന്ന് നോക്കാം. എവരി വേർഡ് ഈസ് മേഡ് അപ്പ് ഓഫ് വൺ ഓർ മോർ സിലബിൾസ്. The word you got only one syllable, you, while the word mother is said to have two syllables, ma-d. അതായത് ഓരോ വേർഡും സിലബിൾസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, യു എന്ന വേർഡിനകത്ത് ഒരു സിലബിൾ മാത്രമേ ഉള്ളൂ. എന്നാൽ മദർ എന്ന വേർഡിനകത്ത് രണ്ട് സിലബിൾസ് വരുന്നുണ്ട്, മ-ദ. The difference in the sound can be experienced if we place our hand on our chest and closely listen to the word uttered. നമുക്ക് ആ ഒരു ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട്, ഒരു വേർഡിനകത്ത് എത്ര സിലബിൾസ് ഉണ്ട്, അതെങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്, ആ ഒരു ഡിഫറൻസ് അറിയാനായിട്ട് നമ്മുടെ ചെസ്റ്റിൽ നമ്മൾ ആ വേർഡ് പറയുന്ന സമയത്ത് കൈവച്ചിരുന്നാൽ നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. We can notice that while uttering the word mother, we can feel our chest moving twice, while for the word you only once. അപ്പം മദർ എന്ന വേർഡ് പ്രൊണൗൺസ് ചെയ്യുമ്പോൾ 2 പ്രാവശ്യം ചെസ്റ്റ് മൂവ് ചെയ്യുന്നതായിട്ട്, യു എന്ന വേർഡ് പ്രൊണൗൺസ് ചെയ്യുമ്പോൾ 1 പ്രാവശ്യം ചെസ്റ്റ് മൂവ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യും. എവരി സച്ച് മൂവ്മെൻറ്റ് ക്യാൻ ബി ടേംഡ് ആസ് എ സിലബിൾ. ഇങ്ങനെയുള്ള ഓരോ മൂവ്മെൻറ്റിനും നമുക്ക് സിലബിൾ എന്ന് വിളിക്കാം. ദസ് എ സിലബിൾ ഈസ് എ യൂണിറ്റ് ഓഫ് സൗണ്ട്. ജനറലി എ സിലബിൾ കൺസിസ്റ്റ് ഓഫ് എ വവൽ സൗണ്ട് ആൻഡ് മേ ഓർ മേ നോട്ട് ഹാവ് കോൺസണൻറ്റ് സൗണ്ട്സ്. ഒരു സിലബിൾ എന്ന് പറയുന്നതിനകത്ത് നിർബന്ധമായിട്ടും ഒരു വവൽ സൗണ്ട് ഉണ്ടായിരിക്കണം. കോൺസണൻറ്റ് സൗണ്ട് അതിനകത്ത് ഉണ്ടായിരിക്കും, ഉണ്ടായില്ല എന്നും വരാം. ദ നമ്പർ ഓഫ് വവൽസ് ഇൻ എ വേർഡ് ഡിറ്റർമിൻസ് ദ നമ്പർ ഓഫ് സിലബിൾസ് ഇൻ ഇറ്റ്. ഒരു വേർഡിനകത്ത് എത്ര വവൽസ് വരുന്നുണ്ടോ അത്രയും സിലബിൾസ് കാണും. അതായത് ഒരു സിലബിൾ ഫോം ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും ഒരു വവൽ സൗണ്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു വേർഡിനകത്ത് എത്ര വവൽസ് ഉണ്ടോ അത്രയും സിലബിൾസും ഉണ്ടായിരിക്കും. The vowel is the central element and is said to be the nucleus of the syllable. ഒരു സിലബിളിനകത്ത് വരുന്ന വവലാണ് അതിൻ്റെ സെൻട്രൽ എലമെൻ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെ നമുക്ക് അതിൻ്റെ ന്യൂക്ലിയസ് എന്ന് വിളിക്കാം. സിലബിൾസ് ആർ യൂഷ്വലി മാർക്ക്ഡ് ബൈ എ ഹൈഫൺ. സിലബിൾസ് നമ്മൾ ഒരു വേർഡിനകത്ത് വരുന്ന സിലബിൾസിനെ തമ്മിൽ നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത്, അതിനെ തിരിച്ച് വയ്ക്കുന്ന സമയത്ത് അതിന് നമ്മൾ ഒരു ഹൈഫൺ ഉപയോഗിച്ചാണ് മാർക്ക് ചെയ്യുന്നത്. The word phonetics has got 3 syllables as there are 3 vowel sounds in it. Phonetics എന്ന് പറയുന്ന ആ ഒരു വേർഡിനകത്ത് 3 സിലബിൾസ് ഉണ്ട്. ഓക്കെ, അതായത് ഫ്, നെ, ടിക്സ് 3 സിലബിൾസ് ഉണ്ട്
ഓരോ സിലബിളിൻ്റെ ഇടയിൽ ഒരു ഹൈഫൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ബി ആൻഡ് ദ അതർ എലമെൻറ്റ്. The consonants are denoted by C. Thus, the syllabic structure of the word cat is CVC, where the vowel is the nucleus of the syllable. അതായത് ഒരു വേർഡിനകത്ത് സിലബിൾസ് കാണും. ഇതിൽ ഓരോ സിലബിളായിട്ട് നമ്മൾ നോക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു സിലബിൾ എടുക്കുക. ആ സിലബിളിനകത്ത് കോൺസണൻസും ഉണ്ടായിരിക്കും, വവൽ സൗണ്ട്സും ഉണ്ടായിരിക്കും. വവൽസ് നിർബന്ധമാണ്, കോൺസണൻസ് ചിലപ്പോൾ ഉണ്ടായിരിക്കാം, ഇല്ല എങ്കിലും കുഴപ്പമില്ല. നമ്മൾ ക്യാറ്റ് എന്നൊരു വേർഡ് എടുക്കുക. അത് ഒരു സിലബിൾ വരുന്നൊരു വേർഡാണ്. ഓക്കെ, ക്യാറ്റ്. അപ്പോൾ ഈ ഒരു സിലബിൾ നമ്മൾ എടുക്കുന്നു, ക്യാറ്റ്. ഈ ഒരു ക്യാറ്റ് എന്ന സിലബിൾ എടുത്തതിന് ശേഷം നമ്മൾ അതിനകത്ത് വരുന്ന കോൺസണൻറ്റ് സൗണ്ട്സിന് സി എന്ന് മാർക്ക് ചെയ്യുന്നു, വവൽ സൗണ്ട്സിനെ വി എന്ന് മാർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആ ക്യാറ്റ് എന്ന വേർഡിനകത്ത് ഖ് എന്നുള്ളത് അതൊരു കോൺസണൻ്റ് ആണ്. അതുകൊണ്ട് നമ്മളതിനെ സി എന്ന് മാർക്ക് ചെയ്യുന്നു. എന്ന സൗണ്ട് ഒരു വവ്വലാണ്, അതുകൊണ്ട് അതിനെ വി എന്ന് മാർക്ക് ചെയ്യുന്നു. ലാസ്റ്റ് കേൾക്കുന്ന ടു എന്ന സൗണ്ട് ഒരു കോൺസണൻ്റ് ആണ്, അതിനെയും സി എന്ന് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു സ്ട്രക്ചർ കിട്ടും, അതാണ് CVC. ഇതിന് നമ്മൾ സിലാബിക് സ്ട്രക്ചർ എന്ന് പറയും. ആ ക്യാറ്റ് എന്ന സിലബിളിൻ്റെ ആ വേർഡിൻ്റെ സിലാബിക് സ്ട്രക്ചർ ഇതാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഫെനറ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു വേർഡിൻ്റെ ഫസ്റ്റ് സിലബിൾ ഫ എടുത്താലും അവിടെയും നമുക്ക് അതിനെ അതുപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫ് ഒരു വവൽ സൗണ്ടാണ്, ഫ് ഒരു കോൺസണന്റ് സൗണ്ടാണ്, എന്നുള്ളതൊരു വവൽ സൗണ്ടാണ്. ഓക്കെ, എ സിലബിൾ ക്യാൻ ബി മോണോസിലാബിക് if it has only one syllable. If there are two syllables, it's disyllabic and more than two polysyllabic. ഓരോ വേർഡ്സും നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് എത്ര സിലബിൾസ് വരുന്നു അതനുസരിച്ച് നമുക്ക് വേർഡ്സിനെ ക്ലാസിഫൈ ചെയ്യാം. മോണോസിലാബിക് വേർഡ് ആണെങ്കിൽ അതിനകത്ത് ഒരു സിലബിൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ യു, ഐ, ഷീ, ഇതിനകത്തെല്ലാം തന്നെ ഒറ്റ സിലബിളേ ഉള്ളൂ. എന്നാൽ ഡൈസിലാബിക് വേർഡ്സിനകത്ത് രണ്ട് സിലബിൾസ് ഉണ്ടായിരിക്കും. ക്യാപ്റ്റൻ, ഫാദർ, ബെറ്റർ, ഫോറസ്റ്റ്. എന്നാൽ പോളിസിലാബിക് വേർഡ്സിനകത്ത് രണ്ടിൽ കൂടുതൽ സിലബിൾസ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ എക്സാമിനേഷൻ, അതിനകത്ത് എത്ര സിലബിൾസ് ഉണ്ടാകും? എക്സാമിനേഷൻ, 5 സിലബിൾസ് ഉണ്ട്. അതുപോലെ ആക്യുറസി, ഫോട്ടോഗ്രാഫർ, റിപ്പീറ്റഡ്ലി. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ വേർഡ്സിനെ മോണോസിലാബിക് എന്നും ഡയസിലാബിക് എന്നും പോളിസിലാബിക് എന്നും ഡിവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, വേർഡ് സ്ട്രെസ്. ഇൻ വേർഡ്സ് വിത്ത് മോർ ദാൻ വൺ സിലബിൾ, every syllable is not pronounced with the same prominence. The syllable upon which the prominence falls is said to be the stressed syllable. In the word mother, the stress falls on the syllable ma. Stress is marked by a vertical sign above the beginning of the syllable upon which the stress falls. Word stress എന്ന് പറയുന്നത് ഒരു വേർഡിനകത്ത് പല സിലബിൾസ് വരും. എന്നാൽ എല്ലാ സിലബിളും നമ്മൾ ഒരേ സ്ട്രെസ് കൊടുത്ത് ഒരേ രീതിയിൽ ഒരേ പ്രോമിനൻസ് കൊടുത്ത് നമ്മൾ അട്ടർ ചെയ്യാറില്ല. ഏത് സിലബിളിനാണ് കൂടുതൽ പ്രോമിനൻസ് കൊടുക്കുന്നത് അതിനാണ് നമ്മൾ സ്ട്രെസ്ഡ് സിലബിൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ മദർ എന്ന വേർഡിനകത്ത് മ എന്ന് പറയുന്ന ആ ഒരു സിലബിളിനാണ് നമ്മൾ പ്രോമിനൻസ് കൂടുതൽ കൊടുക്കുന്നത്. അതുകൊണ്ട് ആ ഒരു സിലബിളിനാണ് സ്ട്രെസ് വരുന്നത്. നമ്മളത് മാർക്ക് ചെയ്യുന്നത് ഒരു വെർട്ടിക്കൽ ലൈൻ ഉപയോഗിച്ചാണ്. അത് ഏത് സിലബിളിനാണോ സ്ട്രെസ് വരേണ്ടത് അതിന് തൊട്ട് മുന്നിൽ മുകളിലായിട്ടാണ് ആ ഒരു സിഗ്നൽ നമ്മൾ ആ ഒരു സൈൻ നമ്മൾ ഇടേണ്ടത്. ദ സിലബിൾ അപ്പോൺ വിച്ച് ദ സ്ട്രെസ് ഫോൾസ് ഈസ് സെറ്റ് ടു ബി ദ ടോണിക് സിലബിൾ. ഏത് സിലബിളാണ് സ്ട്രെസ് വരുന്നത് അതിന് നമ്മൾ ടോണിക് സിലബിൾ എന്ന് വിളിക്കുന്നു. ഇൻ എ കണക്റ്റഡ് സ്പീച്ച് മോസ്റ്റ്ലി ദ കണ്ടന്റ് വേർഡ്സ് ആർ സ്ട്രെസ്ഡ് ആൻഡ് ദ ഫങ്ഷണൽ വേർഡ്സ് ആർ അൺസ്ട്രെസ്ഡ്. ദോ ദർ ആർ റൂൾസ് ടു ഡിറ്റർമിൻ ദ സ്ട്രെസ്, ഇറ്റ് ഈസ് റാദർ എ ഡിഫിക്കൽട്ട് task and only an expert in the field can exactly bring out the correct stressed syllable. നമ്മൾ കണക്റ്റ് സ്പേസിനകത്ത് അല്ലെങ്കിൽ സെൻറ്റൻസുകൾ പറയുന്ന സമയത്ത് കണ്ടിന്യൂസ് സ്പേസിനകത്ത് എല്ലാ വേർഡ്സും ഒരുപോലെ നമ്മൾ സ്ട്രെസ് ചെയ്യാറില്ല. നമ്മളവിടെ സ്ട്രെസ് കൊടുക്കുന്നത് സെൻറ്റൻസുകൾ പറയുമ്പോൾ നമ്മളവിടെ സ്ട്രെസ് കൊടുക്കുന്നത് വേർഡ്സുകൾക്കാണ്. അതായത് നമ്മൾ സ്ട്രെസ് ചെയ്യുന്നത് കണ്ടൻറ്റ് വേർഡ്സുകൾക്കാണ്, മീനിങ് ആയിട്ടുള്ള വേർഡ്സുകൾക്കാണ്. നൗൺസ്, വേർബ്സ്, അഡ്ജക്റ്റീവ്സ്, പ്രനൗൺ പോലെയുള്ള ആഡ്വർബ് പോലെയുള്ള കണ്ടൻറ്റ് വേർഡ്സ് നമ്മൾ സ്ട്രെസ് കൊടുക്കാറുണ്ട്. എന്നാൽ ഫങ്ഷണൽ വേർഡ്സുകൾക്ക് സ്ട്രെസ് കൊടുക്കാറില്ല. കൺജങ്ഷൻസ്, പ്രിപ്പോസിഷൻസ് അതുപോലെയൊക്കെയുള്ള
ഫങ്ഷണൽ വേർഡ്സ് നമ്മൾ സ്ട്രെസ് കൊടുക്കാറില്ല, അതെല്ലാം അൺസ്ട്രെസ്ഡ് ആയിരിക്കും. നെക്സ്റ്റ്, സ്ട്രോങ് ഫോംസ് ആൻഡ് വീക്ക് ഫോംസ്. Words in English have got a strong and weak form. While the stressed content words have a strong form, most of the functional words in English have a strong form in isolation when they are stressed and a weak form in a connected speech when they are unstressed. നമ്മൾ കണ്ടിന്യൂസ് സ്പീച്ചിനകത്ത് നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കണ്ടന്റ് വേർഡ്സൊക്കെ സ്ട്രെസ്ഡ് ആയിരിക്കും. അതായത് നമ്മൾ അതിൻ്റെ എല്ലാം സ്ട്രോങ് ഫോമാണ് ഉപയോഗിക്കുന്നത്. ഈ സ്ട്രെസ്ഡ് അതായത് നമ്മൾ പ്രോമിനൻസ് കൊടുത്ത് പറയുന്ന രീതി, ആ കണ്ടന്റ് വേർഡ്സൊക്കെ നമ്മൾ സ്ട്രോങ് ഫോം ഉപയോഗിക്കുക, അതിന് ശരിയായിട്ടുള്ള അതിൻ്റെ ഒരു പ്രൊണൗൺസിയേഷൻ ഉപയോഗിക്കും. എന്നാൽ ഫങ്ഷണൽ വേർഡ്സ് ഐസൊലേഷനിൽ ഉപയോഗിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ സ്ട്രോങ് ഫോം ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് കണക്റ്റീവ് സ്പീച്ചിനകത്ത് അല്ലെങ്കിൽ കണ്ടിന്യൂസ് സ്പീച്ചിനകത്ത് വരുമ്പോഴേക്കും അതിൻ്റെ വീക്ക് ഫോമാണ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഫങ്ഷണൽ വേർഡ്സ് ആയിട്ടുള്ള ആൻഡ്, ഇതിൻ്റെ സ്ട്രോങ് ഫോം എന്ന് പറയുന്നത് ശരിക്കും അതിൻ്റെ പ്രൊണൗൺസിയേഷൻ എന്ന് പറയുന്നത് ആൻഡ്. ഇതിൻ്റെ വീക്ക് ഫോം എന്ന് പറയുന്നത് എൻറ്റ്, എൻ, ഇൻറ്റ്, ഇങ്ങനെ ഏതെങ്കിലും ഉപയോഗിക്കാം. ഈ വീക്ക് ഫോം എപ്പോഴും വരുന്നത് നമ്മൾ കണ്ടിന്യൂസ് സ്പീച്ചിനകത്താണ്. സെൻറ്റൻസുകൾ പറയുമ്പോൾ കണക്റ്റീവ് സ്പീച്ചിനകത്തും ആണ് ഈ ഒരു വീക്ക് ഫോം നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ ഈസ്, അതിൻ്റെ സ്ട്രോങ് ഫോം ഈസ്, അത് വീക്ക് ഫോം സ്, അത്രയും മാത്രമേ കേൾക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം ഈ പറയുന്ന എല്ലാ വേർഡ്സിൻ്റെയും ആസ്, ബട്ട്, ആർ ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. ഇതിൻ്റെ എല്ലാം ഇതിൻ്റെ സ്ട്രോങ് ഫോംസ് ഉപയോഗിക്കുന്നത് ഐസൊലേഷൻ, അത് മാത്രമായിട്ട് പറയുമ്പോൾ മാത്രമേ നമ്മളത് സ്ട്രോങ് ഫോം ഉപയോഗിക്കുന്നുള്ളൂ. അതല്ലെങ്കിൽ അത് കണ്ടിന്യൂസ് സ്പീച്ചിനകത്ത് വരുമ്പോൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ വീക്ക് ഫോം ഉപയോഗിക്കും. അതല്ലെങ്കിൽ നമ്മളിത് സ്ട്രോങ് ഫോം ഉപയോഗിക്കണമെങ്കിൽ അതൊരു കോണ്ടെക്സ്റ്റിൽ നോക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാം. ഇൻ ദ സെൻറ്റൻസ് ക്യാൻ ദ ഓഷൻ ആൻഡ് ദ സ്കൈ ബി ദ സെയിം കളർ, ഈ ഒരു സെൻറ്റൻസിനകത്ത് കുറച്ച് ഫങ്ഷണൽ വേർഡ്സ് വന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് ഈ സെൻറ്റൻസിനകത്ത് വരുമ്പോഴേക്കും ഉപയോഗിക്കുന്നത്. അതായത് ക്യാൻ എന്നുള്ളത് ഈ ആദ്യം എഴുതിക്കുന്ന ആ ഒരു സ്ക്രിപ്റ്റ് അത് സ്ട്രോങ് ഫോമിൽ എഴുതിക്കുന്നതാണ്. ഓക്കെ, ക്യാൻ ഹാവ് ദ വീക്ക് ഫോം കെൻ. ഈ സെൻറ്റൻസിനകത്ത് വരുമ്പോഴേക്കും അവിടെ ഉപയോഗിക്കുന്നത് ക്യാൻ എന്നല്ല ഉപയോഗിക്കുന്നത് ക്യാൻ ദ ഓഷൻ. ഓക്കെ, അവിടെ വീക്ക് ഫോം മാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ആ സെൻറ്റൻസിനകത്ത്. അതുപോലെ ആൻഡ് ആദ്യം കാണുന്നത് സ്ട്രോങ് ഫോമാണ്. ആൻഡ് ക്യാൻ ഹാവ് ദ വീക്ക് ഫോംസ് എൻ ഓർ ഇൻറ്റ്. ഈ സെൻറ്റൻസിനകത്ത് നമ്മളത് പറയുമ്പോൾ ഓഷൻ ആൻഡ് സ്കൈ എന്ന് പറയില്ല, ഓഷൻ ആൻഡ് സ്കൈ. അപ്പോൾ അവിടെ നമുക്ക് എൻ എന്നോ എൻറ്റ് എന്നോ ഒരു ചെറിയൊരു വീക്ക് ഫോം മാത്രമേ കേൾക്കുന്നുള്ളൂ. അതുപോലെ ബി, അതിൻ്റെ സ്ട്രോങ് ഫോമാണ് ആദ്യം എഴുതിക്കുന്നത് ബി. ക്യാൻ ഹാവ് ദ വീക്ക് ഫോം ബി, അതിൻ്റെ വീക്ക് ഫോം ആയിട്ടുള്ള ബി, അതേ നമ്മൾ സെൻറ്റൻസ് പറയുമ്പോൾ കേൾക്കുന്നുള്ളൂ. നെക്സ്റ്റ്, പിച്ച് ആൻഡ് ഇൻറ്റോണേഷൻ. ജസ്റ്റ് ആസ് ഇൻ മ്യൂസിക് are voiced to modulates while in a connected speech. The variation in modulation depends upon how our vocal cord vibrates. The rate at which our vocal cord vibrates or the frequency vibration is called pitch. ഒരു മ്യൂസിക്കിൽ ഉള്ളതുപോലെ വോയിസ് മോഡുലേഷൻ, ഒരു മ്യൂസിക്കിൽ എപ്പോഴും വോയിസ് മോഡുലേഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ കണക്റ്റീവ് സ്പീച്ചിനകത്ത് അല്ലെങ്കിൽ കണ്ടിന്യൂസ് സ്പീച്ചിനകത്ത് വോയിസ് മോഡുലേഷൻ ഉണ്ടാകാറുണ്ട്. ഈ വോയിസ് മോഡുലേഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് വോക്കൽ കോഡ്സിൻ്റെ വൈബ്രേഷനെയാണ്. ഇപ്പോൾ നമ്മുടെ വോക്കൽ കോഡ്സ് നമ്മൾ സംസാരിക്കുമ്പോൾ വൈബ്രേറ്റ് ചെയ്യും. ആ വോക്കൽ കോഡ്സിൻ്റെ വൈബ്രേഷൻ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ സംസാരിക്കുമ്പോഴുള്ള വോയിസ് മോഡുലേഷൻ വരുന്നത്. അതിൽ ഈ വോക്കൽ കോഡ്സ് വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫ്രീക്വൻസി, ആ ഫ്രീക്വൻസിക്ക് പറയുന്ന പേരാണ് പിച്ച്. ദ റേറ്റ് അറ്റ് വിച്ച് അവർ വോക്കൽ കോഡ്സ് വൈബ്രേറ്റ്സ് ഓർ ദ ഫ്രീക്വൻസി വൈബ്രേഷൻ ഈസ് കോൾഡ് പിച്ച്. വോക്കൽ കോഡ്സിൻ്റെ വൈബ്രേഷൻ ഫ്രീക്വൻസിയാണ് പിച്ച് എന്ന് പറയുന്നത്. ദ റൈസ് ആൻഡ് ഫോൾ ഇൻ പിച്ച് ഓർ അട്ടറൻസ് ബൗണ്ട് പിച്ച് ഈസ് റെഫർഡ് ടു ആസ് ഇൻറ്റോനേഷൻ. ഈ പിച്ചിൽ വരുന്ന വ്യത്യാസം, ഈ പിച്ചിൽ വരുന്ന ചേഞ്ച്, അതിൻ്റെ റൈസ് ആകാം ഫാൾ ആകാം, അതിനെയാണ് ഇൻറ്റോനേഷൻ എന്ന് പറയുന്നത്. ഇഫ് ദ വോയിസ് മൂവ്സ് ഫ്രം ലോവർ ടു ഹയർ പിച്ച് വിത്തിൻ എ സിംഗിൾ സിലബിൾ ഇറ്റ് ഈസ് കോൾഡ് റൈസിംഗ് ഇൻറ്റോനേഷൻ. ആൻഡ് ഇഫ് ദ വോയിസ് മൂവ്സ് ഫ്രം ദ ഹയർ ടു ലോവർ പിച്ച് വിത്തിൻ എ സിംഗിൾ സിലബിൾ ഇറ്റ് ഈസ് കോൾഡ് ഫോളിംഗ് ഇൻറ്റോനേഷൻ. അതായത് പിച്ച് എന്ന് പറയുന്നത് അത് ലോവർ പിച്ചിൽ നിന്ന് ഹയർ പിച്ചിലേക്ക് പോവുകയാണെങ്കിൽ അതിന് റൈസിംഗ് ഇൻറ്റോനേഷൻ എന്നും, ഹയർ പിച്ചിൽ നിന്ന് ലോവർ പിച്ചിലേക്ക് വരികയാണെങ്കിൽ അതിന് ഫോളിംഗ് ഇൻറ്റോനേഷൻ എന്നും വിളിക്കുന്നുണ്ട്. റൈസിംഗ് ഇൻറ്റോനേഷൻ ഈസ് യൂസ്ഡ് ഇൻ yes no questions, end of sentences without an interrogative tone,
റിക്വസ്റ്റ് ആൻഡ് ക്വസ്റ്റ്യൻ ടാഗ്സ്. റൈസിങ് ഇൻറ്റോനേഷന് ഒരു സിമ്പിളുണ്ട്, അതൊരു റൈസ് സിമ്പിളാണ്. അതുപോലെ ഫോളിങ് ഇൻറ്റോനേഷനും ഒരു സിമ്പിളാണ്, ഒരു താഴേക്ക് വരയ്ക്കുന്നൊരു ലൈൻ പോലെ ഒരു ചെറിയൊരു സിമ്പിളാണ്. ഓക്കെ, ഇനി റൈസിങ് ഇൻറ്റോനേഷൻ ഉപയോഗിക്കുന്ന കോണ്ടെക്സ്റ്റുകളെന്ന് പറയുന്നത് 4 പറയുന്നുണ്ട്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിനകത്ത് നമ്മൾ റൈസിങ് ഇൻറ്റോനേഷൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാധാ സ്റ്റേറ്റ്മെൻറ്റുകളിൽ അതൊരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഒരു ക്വസ്റ്റ്യനാക്കി ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ഇൻട്രോഗേറ്റീവ് സെൻസിൽ നമുക്കത് റൈസിങ് ഇൻറ്റോനേഷൻ ഉപയോഗിക്കാം. അതിൽ റിക്വസ്റ്റുകൾ, ക്വസ്റ്റ്യൻ ടാഗ് വരുന്ന സമയത്തല്ല. ഫോർ എക്സാമ്പിൾ, ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ വരുന്നൊരു സെൻറ്റൻസാണ് തന്നിരിക്കുന്നത്. ഈസ് ദിസ് യുവർ കോട്ട്? അവിടെ റൈസിങ് ഇൻറ്റോനേഷനാണ്. ആ ലാസ്റ്റ് വരുമ്പോഴേക്കും അത് റൈസ് ചെയ്ത് പോകുന്നു. ഈസ് ദിസ് യുവർ കോട്ട്? അതുപോലെ ക്വസ്റ്റ്യൻ ടാഗ് വരുന്നൊരു സെൻറ്റൻസാണ്. ഷീ കെയിം ഹിയർ, ഡിഡിൻ ഷീ? ഷീ കെയിം ഹിയർ, ഡിഡിൻ ഷീ? അവിടെയും റൈസിങ് ഇൻറ്റോനേഷനാണ്. അതുപോലെ നമുക്ക് റിക്വസ്റ്റ് പറയാനാണെങ്കിൽ ഫോർ എക്സാമ്പിൾ, വിൽ യു പ്ലീസ് പാസ് ദ സോൾട്ട്? വിൽ യു പ്ലീസ് പാസ് ദ സോൾട്ട്? എനിക്ക് അവിടെ റൈസിങ് ഏറ്റവും അവസാനം എത്തുമ്പോഴേക്കും അത് റൈസ് ചെയ്ത് പോകുന്നു. അതുപോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസ് നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ഫോമിൽ ചോദിക്കാം. ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഷീ ഈസ് ഗോയിങ് ടു ഡൽഹി എന്നുള്ളത് നമുക്കൊരു റൈസിങ് ഇൻറ്റോനേഷൻ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം എ ക്വസ്റ്റ്യൻ. ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് ഗോയിങ് ടു ഡൽഹി. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് റൈസിങ് ഇൻറ്റോനേഷൻ ഉപയോഗിക്കാം. നെക്സ്റ്റ് വരുന്നത് ഫോളിങ് ഇൻറ്റോനേഷൻ. ഈസ് യൂസ്ഡ് ഇൻ സ്റ്റേറ്റ്മെൻറ്റ്സ്, WH ക്വസ്റ്റ്യൻസ്, ക്വസ്റ്റ്യൻ ടാഗ്സ് ആൻഡ് ഇമ്പരേറ്റീവ് സെൻറ്റൻസസ്. ഓക്കെ, ഈ കോണ്ടെക്സ്റ്റുകളെല്ലാം നമുക്ക് ഫോളിങ് ഇൻറ്റോനേഷൻ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ദേ പ്ലേ ക്രിക്കറ്റ് ഓൺ സൺഡേയ്സ്. ദെൻ WH ക്വസ്റ്റ്യൻ വരുന്നതാണ് വൈ ഡസ് ഷീ ഗോ ടു പൂനെ? ദെൻ ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത് ദീപ ഈസ് ഹാപ്പി ഈസൻ ഷീ. ഓക്കെ, അത് ആ കോണ്ടെക്സ്റ്റ് മാറുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ആൻസർ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മളിത് ഫോളിങ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഇമ്പരേറ്റീവ് സെൻറ്റൻസ്, കം ആൻഡ് ഡാൻസ് വിത്ത് മീ. ഓക്കെ, കം ആൻഡ് ഡാൻസ് വിത്ത് മീ, ഇത് ഫോളിങ് ആണ്. സ്റ്റാർട്ടിങ്ങിൽ പിച്ച് കൂടുതലായിരിക്കും, എൻഡ് എത്തുമ്പോഴേക്കും പിച്ച് കുറഞ്ഞു വരുന്നുണ്ട്. മൂന്നാമത്തെ ഒരു കാറ്റഗറി കൂടെയുണ്ട്, ഫോൾഡ് റൈസ് ഇൻറ്റോനേഷൻ. നമ്മുടെ ടെക്സ്റ്റിനകത്ത് എഴുതിയിട്ടില്ല, റൈസിങ് ഫോളിങ് മാത്രമേ ഉള്ളൂ. മൂന്നാമത്തെ കാറ്റഗറി ഫോൾഡ് റൈസ് ഇൻറ്റോനേഷനാണ്. അതൊരു അൺഷുവർ ആയിട്ടുള്ള കാര്യങ്ങൾ, അൺഷുവർട്ടി കാണിക്കാനായിട്ടും അല്ലെങ്കിൽ കുറച്ചുകൂടെ പൊളൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനൊക്കെ ആയിട്ടാണ് ഈ ഫോൾഡ് റൈസ് ഇൻറ്റോനേഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഏറ്റവും അവസാനം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് സം കോമൺ മിസ്കൺസെപ്ഷൻസ് ഇൻ ഇന്ത്യൻ ഇംഗ്ലീഷ് ആൻഡ് വേരിയേഷൻസ് ഫ്രം RP. അതായത് നമ്മൾ ഇന്ത്യൻ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ചില തെറ്റായിട്ടുള്ള യൂസേജസ് ആണ് എക്സാമ്പിൾ സഹിതം ഇവിടെ പറയുന്നത്. കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ മദർ ടങ്ങിൻ്റെ ഇൻ്റർഫറൻസ് കൊണ്ടുണ്ടാകുന്ന ചില മിസ്റ്റേക്കുകൾ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ. ആദ്യം പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ആ ഇൻസ്റ്റെഡ് ഓഫ് എ. എക്സാമ്പിൾ, ആപ്പിൾ ഇൻസ്റ്റെഡ് ഓഫ് ഏപ്പിൾ. ഓക്കെ, ശരിക്കും നമ്മൾ എ എന്ന സൗണ്ടാണ് ഉപയോഗിക്കേണ്ടത്, ആപ്പിൾ. അത് നമ്മൾ ശരിക്കും ഉപയോഗിക്കുന്നത് ആയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് ആപ്പിൾ എന്നാണ്, ആപ്പിൾ അല്ല ആപ്പിൾ എന്നാണ് ഉപയോഗിക്കുന്നത്, ഒരു തെറ്റാണ്. നെക്സ്റ്റ് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് സ് ഇൻസ്റ്റെഡ് ഓഫ് സ്. എക്സാമ്പിൾ, നമ്മൾ സു എന്ന് പറയുന്നതിന് പകരം സു എന്നാണ് ഉപയോഗിക്കുന്നത്, സു. ഓക്കെ, അതുപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് വ് ഇൻസ്റ്റെഡ് ഓഫ് വ്. എക്സാമ്പിൾ, വാട്ടർ ഇൻസ്റ്റെഡ് ഓഫ് വാട്ടർ. ഓക്കെ, വ് എന്നുള്ളത് നമ്മൾ W വെച്ച് സിംബലൈസ് ചെയ്യുന്ന ആ ഒരു സൗണ്ട്, വ് എന്നുള്ളത്, വാട്ടർ. അതിന് പകരം ഉപയോഗിക്കുന്നത് വ്, അതൊരു പ്ലെയിൻ വ് ആണ്, അതാണ് സാധാരണ ഉപയോഗിക്കുന്നത്, അതൊരു തെറ്റായിട്ടുള്ളൊരു യൂസേജാണ്. മാത്രമല്ല വാട്ടർ എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാവരും വ എന്നാണ് ഉപയോഗിക്കുന്നത്, അതൊരു തെറ്റാണ്. ഓ ആണ് ഉപയോഗിക്കേണ്ടത്, ഓ എന്ന സൗണ്ടാണ് അവിടെ വരേണ്ടത്. നെക്സ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ആൻഡ് ത്. ഓക്കെ, എക്സാമ്പിളായിട്ട് ദോട്ട് ഇൻസ്റ്റെഡ് ഓഫ് തോട്ട്. തോട്ട് എന്ന് പറയുന്നിടത്ത് ദോട്ട് എന്ന സൗണ്ട് ഉപയോഗിക്കുന്നത്, ത് എന്ന സൗണ്ടിന് പകരം ദ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ റോങ് യൂസേജ് ഓഫ് ഡിഫ്തോങ്. ഫോർ എക്സാമ്പിൾ, ജോയി ഇൻസ്റ്റെഡ് ഓഫ് ജോയ്. ആദ്യം എഴുതിയിരിക്കുന്ന ജോയ് അതിനകത്ത് ടൈപ്പിംഗ് എറർ എന്തോ ആണ്. ഓക്കെ, ശരിക്കും പ്രൊണൗൺസ് ചെയ്യേണ്ടത് ലാസ്റ്റ് എഴുതിയിരിക്കുന്ന ജോയ്, ജ് ഓയ്, ജോയ്. പക്ഷേ നമ്മുടെ ഒരു മദർ ടങ് ഇൻ്റർഫറൻസ് കൊണ്ട് നമ്മൾ സാധാരണ അത് പ്രൊണൗൺസ് ചെയ്യുന്നത് ജോയ് എന്നല്ല, ജോയി. ഒരു യു കൂടെ നമുക്ക് അതിനകത്ത് ഇടയിൽ ആഡ് ചെയ്യാറുണ്ട്, യു സൗണ്ട് കൂടെ, ജോ ഇ. ഓക്കെ, ശരിക്കും അവിടെ ഒരു യു എന്നൊരു കോൺസണന്റ് സൗണ്ട് ഇല്ല, അത് ഒരുമിച്ചാണ് പറയേണ്ടത്, ഓയ്, ഡിഫ്തോങ് ഓയ്. ഓക്കെ, ലാസ്റ്റ്
പ്രൊണൗൺസിയേഷൻ ഓഫ് റ് അൺനെസസറിലി മദർ ഇൻസ്റ്റെഡ് ഓഫ് മദർ. ഒരു വേർഡിൻ്റെയും എൻഡിങ്ങിൽ നമ്മൾ റ് എന്ന സൗണ്ട് പ്രൊണൗൺസ് ചെയ്യാൻ പാടില്ല. അവിടെയെല്ലാം ആ റ് നമ്മൾ കട്ട് ചെയ്തിട്ട് അവോയ്ഡ് ചെയ്ത് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ മദർ എന്നല്ല ഉപയോഗിക്കേണ്ടത്, മദർ, ഫാദർ, ബെറ്റർ, ഓക്കെ, ബ്രദർ, സിസ്റ്റർ. വേർഡ് എൻഡിങ്ങിൽ വരുന്ന ആർ പ്രൊണൗൺസ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ഇതൊക്കെ കുറച്ച് എക്സാമ്പിൾസാണ് നമ്മുടെ മദർ ടങ് ഇൻ്റർഫറൻസ് കൊണ്ട് ഉണ്ടാകുന്ന മിസ്റ്റേക്സുകളാണ്. ആസ് മെൻഷൻഡ് ഏർലിയർ, മദർ ടങ് ഇൻ്റർഫറൻസ് ആൻഡ് ദ unphonemic nature of English language has resulted in several mistakes and misconceptions in pronunciation. Hence, it is intelligible to have a systematic study of phonetics and make our pronunciation appealing for a proper communication. Okay. അപ്പോൾ ഇതുപോലുള്ള മിസ്റ്റേക്സ് ഉണ്ടാകാം മദർ ടങ്ങിൻ്റെ ഇൻ്റർഫറൻസ് കൊണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള മിസ്റ്റേക്കുകൾ ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ നല്ലതുപോലെ ഫോണറ്റിക്സിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ് നമുക്ക് ആവശ്യം. അങ്ങനെയാണെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ കൃത്യമായ രീതിയിൽ വളരെ അപ്പീലിംഗ് രീതിയിൽ നമുക്ക് പ്രൊണൗൺസിയേഷൻ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സെക്കൻഡ് മോഡ്യൂളിനകത്ത് വന്നിട്ടുള്ളത്. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.